ഫോക്കസ് presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Cubes International Group. Co-powered by Pochil Jewellery. Co-presents Ahilya School of Engineering and Technology. This program is brought to you by Happy Gold. ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചവർക്ക് ചിലപ്പോൾ ഒന്നും കിട്ടണമെന്നില്ല. പക്ഷേ ഒരു കാര്യം തന്നെ ഒരുപാട് തവണ ആഗ്രഹിച്ചവർക്ക് അത് കിട്ടിയിരിക്കും. ഫോക്കസിൻ്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ നമസ്കാരം. അഹില്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷണൽ പ്ലസിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഹില്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടറും അഹില്യ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളുമായ PR ശ്രീ മഹാദേവൻ പിള്ള സാറാണ്. സാർ, ശരിക്കും ഒരു വലിയൊരു ക്യാമ്പസ് ആണ് അഹില്യയുടേത്. ഒരുപാട് കോഴ്സസും കാര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. നമ്മൾ റീസെൻ്റായിട്ട് കുറേ ന്യൂസസ് കേൾക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഒരു 10 കൊല്ലം മുമ്പൊക്കെ തന്നെ റാഗിങ് ഒരു വലിയ പ്രശ്നമായിട്ട് പേരൻസ് കുട്ടികളെ കോളേജിലേക്കൊക്കെ അയക്കാൻ മടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ആൻറ്റി റാഗിങ് സ്ക്വാഡ് മാനേജ്മെൻറ്റ് തന്നെ അതിനകത്ത് നേരിട്ട് ഇടപെട്ടു. ശരിക്കും വീണ്ടും ഇപ്പം ആ ഒരു പ്രശ്നം പൊങ്ങി വന്നിരിക്കുകയാണ്. എന്താണ് റാഗിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്? റാഗിങ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്ന അതിനീചമായ ഒരു സംസ്കാരമാണ്. നിസ്സഹായനായ ഒരു വിദ്യാർത്ഥിയുടെയോ വിദ്യാർത്ഥിനിയുടെയോ മേൽ ഒരു കൂട്ടം അതിക്രമിച്ച് മാനസികമായോ ശാരീരികമായോ അവരെ അവഹേളിക്കുകയോ മർദ്ദിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണിത്. റാഗിങ് തുടങ്ങിയത് ഇംഗ്ലണ്ടിലാണെന്ന് പറയപ്പെടുന്നു. 2 നൂറ്റാണ്ട് മുമ്പ് പട്ടാളക്കാർക്കുള്ള പരിശീലന കേന്ദ്രങ്ങളിൽ അവരുടെ സ്വഭാവത്തെ റഫാക്കി മാറ്റാൻ വേണ്ടി തുടങ്ങിയ ഒരു സമ്പ്രദായമാണ് റാഗിങ്. അവിടെ പരിശീലനത്തിന് വരുന്നവരെ ക്രൂരമായിട്ട് കൈകാര്യം ചെയ്യുക, എന്നിട്ട് ആ ക്രൂരത അവരിലേക്ക് പകരുക എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അത് പതുക്കെ പതുക്കെ അവിടെയുള്ള സ്കൂളുകളിലേക്കും മറ്റും പകർന്നു, കോളേജുകളിലേക്ക് പകർന്നു. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അന്നത്തെ തലസ്ഥാനമായിരുന്ന കൽക്കത്തയിലെ സ്കൂളുകളിലേക്ക്, പബ്ലിക് സ്കൂളുകളിലേക്ക്, ബ്രിട്ടീഷുകാരുടെ മക്കളും മറ്റുമൊക്കെ പഠിച്ചിരുന്ന പബ്ലിക് സ്കൂളുകളിലേക്കാണ് ഇത് ആദ്യം ഇന്ത്യയിലെത്തിയത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു കോളനി സംസ്കാരത്തിൻ്റെ അവക്ഷിപ്തമാണ് ഈ റാഗിങ്. പിന്നെ ഇന്ത്യക്കാരുടെ ഒരു പ്രത്യേകത, വിദേശിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തിനേയും ഏറ്റെടുക്കാനുള്ളൊരു പ്രേരണ നമുക്ക് പ്രത്യേകമായിട്ടുണ്ട്. അങ്ങനെ കൽക്കത്ത വഴി വന്ന ഈ റാഗിങ് സമ്പ്രദായം ആദ്യമൊക്കെ പബ്ലിക് സ്കൂളുകളിൽ വന്നു, അത് കഴിഞ്ഞ് കോളേജുകളിലേക്ക് പകർന്നു. ഇന്നത് ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണ്, മറ്റ് വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച്. ഇന്ന് പല കോളേജുകളിലും ക്യാമ്പസുകളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൽ കോളേജുകളിൽ നടക്കുന്നതിലും കൂടുതൽ താമസ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഹോസ്റ്റലുകളിൽ നടക്കുന്നുണ്ട്. കർശനമായി ഗവൺമെൻറ് പല നിയമങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് 1997 തമിഴ്നാട് സർക്കാർ റാഗിങ്ങിനെതിരായ ഒരു കോംപ്രിഹെൻസീവ് ആക്ട്, പ്രൊഹിബിഷൻ ഓഫ് റാഗിങ് ആക്ട് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് 98 കേരളത്തിൽ ഒരു റാഗിങ് ആക്ട് കൊണ്ടുവന്നു. 2001 തമിഴ്നാട്ടിലൊരു വിദ്യാർത്ഥിയുടെ മരണത്തെ തുടർന്ന് സുപ്രീം കോടതി കർശനമായ ഒരു നിയമം പ്രഖ്യാപിച്ചു. ഇന്ത്യയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാനങ്ങളിലും റാഗിങ് കർശനമായി നിയന്ത്രിക്കണമെന്ന്. അത് കഴിഞ്ഞ് UGCയുടെ പല നിബന്ധനകൾ വന്നു. 2022 UGCയുടെ കോംപ്രിഹെൻസീവായിട്ട്, വളരെ കോംപ്രിഹെൻസീവായിട്ട് പ്രൊഹിബിഷൻ ഓഫ് റാഗിങ് ആക്ട് നിലവിൽ വന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാ കോളേജുകളിലും ആൻറ്റി റാഗിങ് കമ്മിറ്റി നിലവിലുണ്ട്. ഇന്ത്യയിൽ അതിന് 45,000 മേൽ കോളേജുകളും 1000 മേൽ യൂണിവേഴ്സിറ്റിയുണ്ട്. ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ആൻറ്റി റാഗിങ് സ്ക്വാഡുകളും കമ്മിറ്റികളും നിലവിലുണ്ട്. അതൊരു നിയമപരമായ ബാധ്യതയാണ്. സ്ഥാപന മേധാവി, ഇത് കോളേജിലാണ് പ്രിൻസിപ്പൽ, യൂണിവേഴ്സിറ്റിയിലാണ് വൈസ് ചാൻസലർ, അത് രൂപീകരിക്കാനും അതിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാനും ബാധ്യസ്ഥരാണ്. പക്ഷേ എന്നിട്ടും റാഗിങ് പലയിടത്തും നടക്കുന്നു. പക്ഷേ പല വിദ്യാർത്ഥികളും അറിഞ്ഞോ അറിയാതെയോ ഇതിന് നിന്നു കൊടുക്കുന്നത് 2 വേർഷനുണ്ട്. ഒന്ന്, പ്രതികരിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല എന്നവർക്ക് തോന്നുന്നു. കാരണം ഇത് പ്രതികരിക്കണമെങ്കിൽ, ഒരു വിദ്യാർത്ഥി പ്രതികരിക്കണമെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ വളരെ ശക്തമായിട്ട് കൂടെ നിൽക്കണം. പല രക്ഷിതാക്കളും എന്തിനാണ് അതിൻ്റെ പുറകിന് പോകുന്നത്, അതങ്ങ് വിട്ടേരെ എന്ന് പറയും. അങ്ങനെയല്ല. ഇപ്പം ഞാൻ എഞ്ചിനീയറിംഗ് ചേർന്ന സമയത്ത് എന്നെ റാഗ് ചെയ്യാൻ വന്ന 14 പേര് ആഴ്ചകളോളം ജയിലിലായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് കഴിഞ്ഞ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ അതിന് പൂർണ്ണമായി പിന്തുണ തന്നു.
ഞാനിത് പരാതിപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ എന്ന് ഗ്രീൻ സിഗ്നൽ തന്നില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് ഈ റാഗിങ്ങിനെതിരെ പ്രതികരിക്കാൻ കഴിയാത്തത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. രണ്ടാമത് പലരും ഇതിനെ കണ്ണടച്ച് കളയും. ഇപ്പോൾ ഈ അഹില്യ ക്യാമ്പസിൽ റാഗിങ് ഉണ്ടായാൽ ഞങ്ങൾ കണ്ണടക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ റാഗിങ് കേസുകൾ അങ്ങനെ അധികം വരാറില്ല. വന്നാൽ തന്നെ ചെറിയ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിനെ നിയമപരമായിട്ട് നേരിടുകയും അത് ഒതുക്കുകയും ചെയ്യും. കാരണം ഒരു തരത്തിലും മനുഷ്യനോട് മൃഗീയമായി പെരുമാറുന്ന ഒരു സംസ്കാരം നമുക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഏത് ഭാഗത്തു നിന്നാലും, ഇന്ന് നിയമം വളരെ ശക്തമാണ്. ഉദാഹരണത്തിന് റാഗിങ്ങിനെതിരെ ഒരു കുട്ടി പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവന് സർക്കാർ വക്കീലിനെ വെച്ചുകൊള്ളും. മാത്രമല്ല, പരാതി കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ 24 മണിക്കൂറിനകം കുറ്റം ചെയ്ത കുട്ടികളെ ജയിലിലടയ്ക്കും. ഇതൊക്കെ അറിഞ്ഞിട്ട് റാഗിങ് നടക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ശിക്ഷയെക്കുറിച്ചുള്ള ഭയം കുറച്ച് പേർക്കെങ്കിലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ ശിക്ഷ കൊടുത്താൽ മാത്രമേ ആ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം ഉണ്ടാവുള്ളൂ. പ്രതികരണശേഷി ഇല്ലാത്തതാണ് നമ്മുടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുള്ള പ്രധാന പ്രശ്നം. തീർച്ചയായിട്ടും അഹില്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് ഈ ഒരു ആൻറ്റി റാഗിങ് എന്നൊരു നിലയിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കാൻ സാധിക്കട്ടെ. എനിവേ, താങ്ക് യു സർ. നന്ദി.